ആയൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ആയൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഇത്തരത്തിലാണ് ആയൂരിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുവാനായി വരുന്ന ആംബുലൻസ് ഉൾപ്പെടെ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ആയൂരിലുള്ളത്. തിരുവനന്തപുരം കൊട്ടാരക്കര റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദേശീയപാതകളിൽ മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് വാഹന ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്നാൽ ഇത്തരം തിരക്കേറിയ സ്ഥലങ്ങളിൽ പോലീസിലെ ഉന്നത അധികാരികൾ ഇടപെട്ടുകൊണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് തിരക്ക് ഒഴിവാക്കേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ഒന്നാകെ ആവശ്യം. മിനിറ്റുകളോളം ആംബുലൻസ് ഉൾപ്പെടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയും കാൽനട യാത്രക്കാർക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. റോഡ് മുറിച്ചു കടക്കുവാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലം, അഞ്ചൽ, ഓയൂർ, തിരുവനന്തപുരം, കൊട്ടാരക്കര തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന നൂറുകണക്കിന് വാഹനങ്ങളാണ് പലപ്പോഴും ടൗൺ മുറിച്ച് കടക്കുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തും ചടയമംഗലം പോലീസും ചേർന്ന് ട്രാഫിക് പരിഷ്കരണങ്ങളും അവലോകന യോഗങ്ങളും നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുന്ന കടുത്ത ഗതാഗതക്കുരുക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ദേശീയപാതകളിൽ ഉണ്ടാകുന്ന മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ കഴിയാത്തതാണ് കൂടുതൽ ഗതാഗതക്കുരുക്കിന് കാരണമെന്നാണ് പലരും പറയുന്നത്. മിനിറ്റ് വെച്ച് ഇടപെട്ട് തന്നെ ആംബുലൻസുകൾ കടന്നു പോകുന്ന MC റോഡാണ്. ഈ MC റോഡിലാണ് ആയൂർ ടൗണിലടുപ്പിച്ച് വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി ഇതേ സമാനമായ രീതിയിലാണ് നിരവധി പേരാണ് നമ്മളെ പലതരത്തിലും ഈ തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. മണിക്കൂറോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിട്ട് തിരികെ വരുന്ന രോഗികളുമായിട്ട് തിരികെ വരുന്ന സമയം, അതോടൊപ്പം തന്നെ അത്യാഹിതങ്ങൾ ഉണ്ടായിട്ട് ഈ രോഗികളുമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മറ്റുമൊക്കെ പോകേണ്ടുന്ന സമയത്ത് ഈ ആയൂരിലെ ഈ ഗതാഗതക്കുരുക്കിൽ വന്ന് പെട്ടുകിടക്കേണ്ടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിരവധി ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഇടപെട്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് മാറ്റി ഈ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകേണ്ടുന്ന ആൾക്കാർ പോലും നിരവധി പേരാണ് ഈ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്. നമുക്കറിയാം ആയൂർ പാലത്തിനേക്കാൾ അപ്പുറം വരെ, അതായത് മർത്തമ കോളേജിൻ്റെ അവിടെ വരെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെയുള്ളത്. അതേ കണക്ക് തന്നെ ഈ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള അകവൺ വരെയും ഈ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ പോലീസ് അടിയന്തരമായിട്ട് ഇടപെടുക, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ഈ ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടുന്നത്. ഇത് അധികാരികളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്.